നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിമിഷം അത്യന്തം വിശേഷമാണ്. എന്തെന്നാൽ ഈ നിമിഷത്തിലെ ആകാശത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിങ്ങളുടെ വിധിയുടെ വാതിലുകൾ തുറന്നു കാണുകയാണ്. ധനുരാശിയിലെ നിങ്ങൾ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഗൗരവമർഹിക്കുന്നവ. ദൈവഹിതമെന്ന് വിശ്വസിച്ച് എല്ലാ ദൈവത്വങ്ങളും നിങ്ങളുടെ നേരെ കടന്നുവരികയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടത് ശർത്താകാശം മാത്രമല്ല, സ്വർഗത്തിലെ ദേവലോകത്തിലുള്ള സാക്ഷികളാണ്. ഓരോ ദിനം, ഓരോ നിമിഷം, നിങ്ങൾ പറയുന്ന ഓരോ ശബ്ദവും, നിങ്ങളുടെ ഓരോ നെഞ്ചമിടിപ്പും പരമാത്മന്റെ കാതിലെത്തിയിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ പരിസ്ഥിതി വിപരീതം. എന്നുകൂടാതെ ധനുരാശിയിലുള്ള നിങ്ങളുടെ നേരെ വരാൻ പോകുന്ന ഗ്രഹസ്ഥാനങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ പൂർത്തിയാക്കാനുള്ള സാധ്യതകൾ നൽകിത്തരുന്നു. അതുകൊണ്ട് ഈ വിളിയും ഈ സന്ദേശവും കാത്തിരുന്ന നിങ്ങൾക്കായി ഞാൻ ഇന്നത്തെ സന്ദേശം കൊണ്ടുവന്നിരിക്കുന്നു. സർവ്വദേവതാ മണ്ഡലത്തിന്റെ കടാക്ഷം നിങ്ങൾക്കുതകൈ പതിയിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സാധനയും നിങ്ങളുടെ വിജയവും ഈ ഗ്രഹനിലയിലെ മാറ്റമാണ്. എന്നാൽ ഇത്രയും വിശ്വാസ്യതയും വിശ്വാസവും ഭൂമിയിലെ വിധികർത്താക്കൾ മാത്രമേ നൽകിത്താനാകൂ. അതുകൊണ്ട് എന്റെ സ്നേഹിത ധനുരാശിയിലെ സകലരെ, ഈ സന്ദേശം ഇരുപതാലോചനയാണ് എന്ന് ഉൾക്കൊണ്ടിരുന്നു കേൾക്കുക. ഓരോ നിമിഷത്തിനും ഒരു പ്രസ്താവനയുണ്ട്. ഓരോ ദിനത്തിനും ഒരു കഥയുണ്ട്. ഇന്ന് നിങ്ങളുടെ കഥ വെറും കഥയല്ല, അത് നിങ്ങളുടെ വിധിയുടെ കഥയാണ്. നിങ്ങളുടെ വിധിയെ സൃഷ്ടിച്ചത് ഭൂതകാലത്തിലെ നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളുടെ ഭാവനകളും ആയിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഗ്രഹസ്ഥാനം നിങ്ങളെ കേവലം സൂചിപ്പിക്കുന്നതല്ല, അത് നിങ്ങളുടെ കർമ്മഫലത്തെ പ്രത്യക്ഷമാക്കിത്തരുന്നു. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന എല്ലാ കാര്യവും ഗ്രഹഗണിതം ഉപയോഗിച്ചായിരിക്കും. നിങ്ങളുടെ ജന്മമുഹൂർത്തം, നിങ്ങളുടെ ജന്മനക്ഷത്രം, നിങ്ങളുടെ ലഗ്നം, എല്ലാത്തിനും ഒരു അർത്ഥമുണ്ട്. എല്ലാത്തിനും ഒരു പ്രഭാവമുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾ എന്റെ മുൻ മണ്ഡപത്തിലാണ്. നിങ്ങൾ ഒരു വിശ്വാസിയാണ്. നിങ്ങൾ ഒരു ധനുരാശിയിലെ മനുഷ്യനാണ്. എന്നാൽ നിങ്ങൾ എല്ലാത്തിനുമുപരി ദൈവത്തിന്റെ സന്തതിയാണ്. എന്നുകൂടാതെ ഈ വിളിയെ കേട്ട് നിങ്ങൾ ഈ സ്ഥാനത്ത് വരികയാണെങ്കിൽ, നിങ്ങൾ നിരത്തും കേട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സത്യം. അത് ഏതെന്ന് അറിയാൻ നിങ്ങൾ തനിച്ചല്ല കോരുകയ്ക്ക്. നിങ്ങളുടെ സ്വർഗീയ ദൂതൽ നിങ്ങളോടൊപ്പമുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥന, ഈ സന്ദേശം, ഈ അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്കായി സ്വർഗത്തിൽ നിന്ന് അനുമോദിതമായിരിക്കുന്നു. ധനുരാശിയിലെ എന്റെ പ്രിയ സന്തതികളെ, ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കാം. അതെങ്കിൽ അത് നിങ്ങളുടെ ജന്മഗ്രഹങ്ങളുടെ സ്വഭാവപരമായ കാരണമാണ്. അതെങ്കിൽ അത് നിങ്ങളുടെ മുൻ കർമ്മമാണ്. അതെങ്കിൽ അത് നിങ്ങളുടെ ഭാവി വിധിയാണ്. അതെങ്കിൽ അത് പരമാത്മന്റെ കൃപയാണ്. അതെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള പദ്ധതിയാണ്. ഈ വിശേഷ സന്ദേശത്തെ കേട്ട നിങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിലെ തിരുവിൽ പരിഗണിച്ച് മനോഹരമായ ഭക്തി പ്രകാശിപ്പിച്ച് കമന്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ കെട്ടിത്താനുതൊടുന്ന നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേര് കമന്റായി എഴുതേണ്ടതാണ്. അത് വെറും കമന്റുകൾ മാത്രമല്ല, അത് നിങ്ങളുടെ ഭക്തിയുടെ ഘോഷണയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതിപാദനമാണ്. നിങ്ങളുടെ ദിവ്യതയുടെ സാക്ഷിത്വമാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ ഓരോ വിഷ്ണുഭക്തനുമായും സോൽക്യസ് ഏകോപിതമാക്കേണ്ടതാണ്. ഷെയർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതർക്കും കുടുംബത്തിനും ഈ ദൈവ സന്ദേശം കൈമാറേണ്ടതാണ്. കാരണം ഈ സന്ദേശം ഒരു വ്യക്തിയുടെ മാത്രം നയമല്ല, ഇത് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ നിന്ന് പ്രഭരിതമായ സാർവലൗകിക നയമാണ്. നിങ്ങൾ നിങ്ങളുടെ ജാതക വായനയും വിവാഹയോഗ്യതാ പരിശോധനയും വേണ്ടതായിരിക്കുമ്പോൾ, കമന്റ് സെക്ഷനിലെ സവിശിഷ്ട വിവരണങ്ങൾ നിങ്ങൾ കേണ്ടതായിരിക്കും. നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ ദിവസം, നിങ്ങളുടെ സമയം എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള വിശദീകരണങ്ങൾ സർവത്ര വിതരണം ചെയ്യപ്പെടും. ഇത് വെറും സേവനം മാത്രമല്ല, ഇത് ദൈവങ്ങളുടെ അനുമതിയിൽ നിങ്ങളുടെ ഭാവിയെ ക്ലിപ്പ് ചെയ്യുക എന്ന ഒരു ആത്മീയ കർമ്മമാണ്. നിങ്ങളുടെ ജീവനിലെ ഈ വലിയ പരിവർത്തനത്തിനായി ദൈവം തന്നെ വഴി പ്രസ്തുത കൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ വരവുകളെ ശരിയായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ആത്മീയ ശക്തി സമ്മാനിക്കേണ്ടതുണ്ട്. കർമ്മത്തിന്റെ നൂൽ നിങ്ങളുടെ കയ്യിലിടേണ്ട സമയം ഇതാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നു. ധനുരാശിയിലെ നിങ്ങൾ എപ്പോൾ ശുക്രനെയും വെള്ളിയിലെ സൂര്യനെയും സ്മരിച്ച് പ്രാർത്ഥന നടത്തുന്നുണ്ടോ, അപ്പോൾ തന്നെ നിങ്ങളുടെ മാനസിക ശക്തി കൂടിവരും. സ്നാനത്തിന് ശേഷം കുറച്ച് കടുവ തിളക്കമുള്ള വെളിച്ചത്തിൽ ചെറിയ ദീപ വെച്ച് നിങ്ങൾ പ്രാർത്ഥന നടത്തിയാൽ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന നെതിർശക്തികൾ പോയി പോകും. എന്നിരുന്നാലും സത്യമായ ആത്മീയ പരിഹാരം കോയിലിലോ പൂജാഗൃഹത്തിലോ നടത്തുന്ന പ്രാർത്ഥനയ്ക്കായി കഴിയും നിങ്ങൾ അല്പസമയം നീക്കിവെക്കുക എന്നതാണ്. നിങ്ങൾ വിഷ്ണു സാക്ഷാൽ പ്രാർത്ഥനയ്ക്കായി സാധാരണയായി ബുധനാഴ്ചയിലോ വെള്ളിയിലോ കോയിലിലേക്ക് പോകണം. കാരണം ധനുരാശി വ്യായാമത്തിലും ബ്രാഹ്മണ്യജ്ഞാനത്തിലും കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ശക്തിശാലി രാശിയാണ്. നിങ്ങൾ ജാപമായി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 16-28 തവണ ചൊല്ലിയാൽ നിങ്ങളുടെ മനോബലം അതിരാവിലെ കഠിനമായിരിക്കും. ഈ പ്രാർത്ഥന നിങ്ങളുടെ നട്ടെല്ലിലെ ശക്തി വളർത്തും. കർമ്മം നടത്തുമ്പോൾ നിങ്ങൾക്ക് ഭയമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വെളിച്ചത്തിന് ബ്രാഹ്മണ്യ ശക്തി വെളിച്ചത്തെ തന്നെ സംരക്ഷിക്കുന്നു. അതിനാൽ നിങ്ങൾ തെരുവിലെ എന്തെങ്കിലും അന്ധകാരത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ, കുറച്ചു നിമിഷം നിങ്ങൾ ബിംബധരിച്ച് പ്രാർത്ഥന നടത്തിയാൽ സുരക്ഷിതത്വം കിട്ടും. നിങ്ങൾ വെള്ളിയിൽ വെളിച്ചത്തിന്റെ ഊർത്തികളായ ദേവതകളെ സ്മരിച്ച് പ്രാർത്ഥന നടത്തിയാൽ
ജീവിത വേണ്ടിവരുന്ന സകല പ്രതിബന്ധങ്ങളും നീങ്ങിപ്പോയി വരും. ഓം എന്ന ശബ്ദം പരമബ്രാഹ്മത്തിന്റെ പ്രതിനിധിത്വം ചെയ്യുന്നു. നിങ്ങൾ ഓം എന്നു വായിച്ചതിനു ശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ കുറച്ച് നിമിഷം നിഷ്ഠ നിലനിർത്തിയാൽ നിങ്ങളുടെ കൂടെ പെട്ടുപോകുന്ന ക്രുദ്ധതയും കോപവും മാഞ്ഞുപോയി വരും. കാരണം ഓം എന്ന മന്ത്രം നിങ്ങളുടെ ചെവി, നാക്ക്, നെറ്റി എന്നിവിടങ്ങളിലെ നാഡികളെ സജീവമാക്കി തീർക്കുന്നു. അതാണ് കർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണം. നിങ്ങളുടെ ഭാഷ്യം വിനയപൂർവമായി രൂപാന്തരിതമായതിനു ശേഷം നിങ്ങൾ പ്രായോഗിക വിഷയത്തിലെ വിശാലമായ കാഴ്ചപ്പാട് കൈവരുത്തും. എന്നതിനാൽ ധനുരാശിയിലെ നിങ്ങൾ കൈയും കാലും കാര്യം ചെയ്തുകൊണ്ട് ഭാഷ്യപ്രയോഗം സിദ്ധമാക്കിയാൽ നിങ്ങൾ അജയ്യൻ ആകുന്നതിനുള്ള വഴിയിൽ ഭൂമികേഷ് കിട്ടും. ധനുരാശിയുടെ സ്ഥിരാംഗ കർമ്മ നിയമമാണ് നിങ്ങളുടെ ജീവനിൽ ആധിപത്യം നടത്തുന്നത്. അതിനാൽ നിങ്ങൾ ഈ കാലഘട്ടത്ത് വായുമണ്ഡലത്തിലേക്കുള്ള സഫലതാ പ്രയത്നമായി കൃതി സമർപ്പിച്ചാൽ നിങ്ങളുടെ വിനിയോഗം ഭൂമിയിൽ സ്ഫുരിച്ചുവരും. നിങ്ങൾ സ്നേഹിതരുമായി വാദങ്ങളിൽ ഭാഗിയാകരുത്. കാരണം ഈ ആഴ്ചകളിൽ നിങ്ങളുടെ ഫലം നിർണയിതമാണ്. അനേകം വായ്ത്രയുടെ ഫലിതത്വത്തിലൂടെ നിങ്ങൾ വാതരണത്തിലെ ശക്തിയാലെ നിങ്ങളുടെ പരിവർത്തന പ്രക്രിയ സാധ്യതമാകാൻ പോകുന്നുണ്ടെന്നത് വേദാർത്ഥമാണ്. അതിനാൽ നിങ്ങൾ ധൈര്യത്തിലെ പൂതക്കൊണ്ട് വാതരണത്തെ സ്വീകരിച്ച് കൈകളുടെ ഉദ്യമത്തെ ഉത്സാഹത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ അരുതാത്ത പ്രയത്നങ്ങൾ ത്യജിച്ച് പരിസ്ഥിതിയിലെ ചോരയായ അവസരങ്ങളെ ഗ്രഹിച്ച് എടുത്താൽ നിങ്ങളുടെ വിനിയോഗത്തെ ഗൗരവപൂർവമായ കാര്യങ്ങളിലേക്ക് ചരിപ്പിക്കാൻ കഴിയും. കാരണം ധനുരാശിയിലെ നിങ്ങളുടെ വ്യക്തിത്വം അരാജകതാ പ്രിയനായ കർമ്മസാക്ഷി ബ്രാഹ്മണ്യ ജ്ഞാനത്തെ അവലംബിച്ചു നിൽപ്പുകാരാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യമായ ജ്ഞാനത്തെ വർദ്ധിപ്പിച്ച് പ്രായോഗിക ബുദ്ധിമത്തയാൽ കുറച്ച് വളരവേണ്ടതുണ്ട്. ഇത്തരമായ ആത്മീയ പരിഷ്കാരങ്ങൾ ഇന്നുമുതൽ ദിനം പ്രതി നടത്തിയാൽ നിങ്ങളുടെ കർമ്മ വല്ലായ്മ വ്യക്തിഗത സംരക്ഷണത്തിനായി നിയോഗിതമാകും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പ്രായോഗിക പ്രക്രിയകളെ സ്വീകരിച്ചു കഴിയാൻ തുടങ്ങിയാലാണ് നിങ്ങൾ ഭാവിയിൽ കൊത്തുമ്പോൾ സ്വാതന്ത്ര്യ സമൃദ്ധി ആനന്ദിതമായ മനോഭാവത്തിലെ പ്രാപ്തിയെ സ്പർശിക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ കാര്യബിന്ദുവിലേക്ക് കവിച്ചേക്കാം. നിങ്ങൾ ജോലിയിലേക്കോ ബിസിനസ്സിലേക്കോ നോക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് അതിപ്രധാനമാണ്. കാരണം നിങ്ങളുടെ ധനുരാശിയിൽ ഗുരു. എന്റെ പ്രിയ ധനുരാശിക്കാരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കഥ ഇപ്പോൾ പൂർണ്ണമാകാൻ പോകുന്നു. പ്രേമം, ബന്ധം, കുടുംബസ്നേഹം ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാലത്ത് അത്യന്തം വിപരീതമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗുരുദേവൻ നിങ്ങളുടെ ഗ്രഹമണ്ഡലത്ത് ഒരു സാധാരണ സ്ഥാനത്ത് ഇല്ല. നിങ്ങളുടെ പ്രേമ ജീവിതത്തിലേക്ക് അവിശ്വാസ്യമായ പരിണതിയും കരുണയും കൊണ്ടുവരാൻ അദ്ദേഹം പ്രതുതമാണ്. എങ്കിലും ശനി, അയാൾ ഇങ്ങനെയും അങ്ങനെയുമൊരു വേലി ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവനും തമ്മിലുള്ള ആ സുന്ദരമായ ബന്ധം അതൊരു പരീക്ഷയോട് കൂടി വരുന്നു. കാരണം ശനി നിങ്ങളെ പരിപക്വത കൈവരിക്കാൻ നിർബന്ധിക്കുന്നു. ഈ ജൂൺ മാസത്തിലെ ആദ്യ 2 ആഴ്ചയിൽ നിങ്ങളുടെ പ്രണയജീവനിൽ ഒരു ഗൂഢ സന്ദേശം നിഴലിന്റെ രൂപത്തിൽ വരാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടാളി ചിന്തയിൽ എന്തോ അരുതായ സങ്കടം നോക്കാൻ പോകുന്നു. അത് ഒരു വാക്ക് നിമിഷത്തിൽ വരുമെന്ന് നിങ്ങൾ കരുതും. പക്ഷേ അത് അതിൽ കൂടുതൽ ആഴത്തിലുള്ള എന്തോ ഉണ്ടായിരിക്കും. സാധാരണ വാദം അല്ല. ഇത് ഒരു സമ്പൂർണ്ണ വിവാദ നിലനിൽപ്പിനെ സൂചിപ്പിക്കാൻ പോകുന്നു. എങ്കിലും ഭാഗ്യം നിങ്ങളുടെ സമ്പത്താണ്. ഈ കഷ്ടം വിനാശകരമല്ല, അത് നിർമ്മാണാത്മകമാണ്. ജൂൺ 14 മുതൽ ആരംഭിച്ച് നിങ്ങളുടെ പ്രണയം സഫലതയിലേക്കുള്ള ഒരു നവീകരണ വാതിൽ തുറന്നിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടാളിനോട് ഏതെങ്കിലും വലിയ നിഷ്കർഷയ്ക്കുള്ള കഥ പറയാൻ പോകുന്നു, കലിഹത്തിന്റെ മധ്യത്തിൽ തന്നെ. അത് ഒരു സ്ഫിന്ദം, കിന്തു അത് ഇരുത്തൽ തീയായിരിക്കാം. നിങ്ങളുടെ പരസ്പര സ്നേഹത്തിന്റെ അടിത്തറ വലുതായിരിക്കണമെന്നും അത്രയ്ക്കുതന്നെ കരുത്തായിരിക്കണമെന്നും ഈ ഗ്രഹങ്ങൾ ആവശ്യപ്പെടുന്നു. വിവാഹയോഗ്യ നിങ്ങൾക്കുള്ളിൽ ഇന്ന് സ്ഥിരം ഒരു രാജ്യത്തെയും കാത്തിരിക്കേണ്ടതില്ല. നിങ്ങളുടെ വിവാഹ സാധ്യത ജൂണിന്റെ ഈ മാസത്തിൽ തന്നെ ദൃഢസ്ഫടിക രൂപം പ്രാപിക്കാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ സംയോഗപോഷകരായിരിക്കണം. നിങ്ങളുടെ പ്രിയതമൻ നിങ്ങളുടെ സമ്പൂർണ്ണ ആത്മദർശനമായിരിക്കണം എന്ന് പരീക്ഷണ്ടി ഹരേ. അതാണ് ഗുരു പ്രതിപാദിക്കുന്നത്. വിശ്വാസം, പരിപാലനം, കരുണ, ഈ 3 സ്തംഭങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ബന്ധത്തെ പ്രതിരൂപിത് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കാം. ഏതെങ്കിലും പരിഷ്കാരം അപേക്ഷിത ആയിരിക്കാം. അമ്മയെയോ പിതാവിനെയോ നിങ്ങൾ കുറച്ചു കാലമായി കാണാതിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു പുനഃസംയോഗം ആ വഴിയിൽ വരാൻ പോകുന്നു. അത് അപ്രതീക്ഷിത പ്രകാരം വരാം, എങ്കിലും ഹൃദയകരമായിരിക്കും. അഥവാ നിങ്ങളുടെ പരിവാരത്തിൽ ഏതെങ്കിലും യുവ അവതരണം ആ ഭാഗത്ത് വരാം. ഒരു ബിരുദാർത്ഥി വിവാഹം അഥവാ കുട്ടിയുടെ ജനനം. കുടുംബ ചൈതന്യത്തിലെ നവീകരണം ഈ സമയത്ത് അത്യന്തം ആ വിഷയത്തിൽ കേന്ദ്രീകൃതമാണ്. സ്വാസ്ഥ്യ വിഷയത്തിൽ നമുക്കിപ്പോൾ സർഷ്ട് പ്രദേശത്ത് കടക്കാം. നിങ്ങളുടെ ശരീര ഊർജ്ജ ഈ സമയത്ത് ഉച്ചതമ അവസ്ഥയിൽ ഇരിക്കാം. ഗുരുവിന്റെ സദ്ഭാവനയിൽ നിങ്ങൾ അത്യന്തം ആരോഗ്യകരവും പ്രവർത്തനശക്തിയുള്ളതും ആയിരിക്കുന്നു. എങ്കിലും ഇത് കാരണ ശനിയുടെ പ്രതിരോധത്തിൽ നിങ്ങൾ ചുവരിൽ ഇടിയാൻ പോകുന്നു. ആ ഇടിപ്പ് ശാരീരികമായിരിക്കാം. ചെറിയ ദ്രവ്യമായ സ്ഥിര പ്രശ്നങ്ങൾ, എത്താകണ നോവ്, സൈനസ് പ്രവ്യാഘത. ഇത് മാനസികമായിരിക്കാം. ഉദ്വിഗ്നത, നിദ്രവിക്ഷേപം, ചിന്ത, അശാന്തി. ജൂണിന്റെ 15-ാം തീയതി മുതൽ ഈ വിധം വരുന്നിലെ ഗ്രഹചലനം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സാധാരണ ജലരോഗങ്ങൾ ഖരമായിരിക്കാം.
സാധാരണ വേദനകൾ കരുത്തായിരിക്കാം. കാരണം ചന്ദ്രൻ നിങ്ങളുടെ സാരാംശ കേന്ദ്രത്തിൽ ഗതിവേഗം നില വരാൻ ഇരിക്കുന്നു. ഇത് ഒരു സമയകാലം മാത്രം ചുരുങ്ങിയ മേൽക്കെയുന്ന് സ്വാസ്ഥ്യ അവസരത്ത് കരുത്തേകാൻ പോകുന്നു. ഗ്രാഹരാഗിയെ കാണ്ടുക്കോ ഐതിഹ്യ പരിഭ്രാന്തിയിൽ ശനീന്റെ മേലനങ്ങളെ സാധാരണ നിലതേക്കാനുള്ള സർവാരോഗ്യ ഔഷധമുണ്ടാണ്. നിങ്ങളുടെ ശരീരദ്രവ്യഭാരവും ഭാരമുള്ള അനുഭൂതിയും നേരിയാകാൻ വ്യായാമം അവിരാമമായിരിക്കണം. നിങ്ങൾ ജലത്തെ താൽപ്പര്യമുണ്ടാകേണ്ടത് അത് നിങ്ങളെ വാസാദോയിയായി നിരാകരണം കാണ്ടുക്കുന്നു. എങ്കിലും നിങ്ങളെ പരീക്ഷാ ത്വരിതബുദ്ധിയായിരിക്കാൻ ഇരിക്കുന്നു. ജോഗിങ്, നാടകം, ശരീര സൃജനാത്മകത, മാനസിക നിർമ്മാണം, ഇവെല്ലാം നിങ്ങളെ പ്രതിരക്ഷകരമാകാൻ സഹായിക്കും.